ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ല ബീരാൻ എന്ന സത്യം ചന്ദ്രോദയത്തിലുള്ള എല്ലാവരോടും സച്ചിയും രേവതിയും വന്ന് പറയുന്നുണ്ട്. തെളിവ് സഹിതം അത് തെളിയിക്കുകയാണ്. ബീരാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കഥകളാണ് നമ്മൾ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ രവീന്ദ്രനും കുടുംബവുമെല്ലാം അശോകൻ്റെ മകളുടെ കല്യാണത്തിന് ശേഷം അവിടുന്ന് വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങിയാണ്. ആ സമയത്ത് അശോകൻ വന്ന് പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് നിങ്ങൾ പോവുകയാണോ? ചെറുക്കനും പെണ്ണും കൂടി ഫെബിൻ്റെ വീട്ടിലോട്ട് ഇറങ്ങിയ ശേഷം പോയാൽ പോരെയെന്ന് ചോദിക്കും. അല്ലടാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് പോയി കിടക്കണമെന്നൊക്കെ പറയും. എങ്കിൽ ശരി, നീ പോയിട്ട് വരാൻ പറയും. അങ്ങനെ ഞങ്ങൾ പോയിട്ടൊക്കെ വരാമെന്ന് പറയും. എങ്കിൽ ശരി, എങ്കിൽ റിസപ്ഷന് കാണാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയൊക്കെ യാത്രയൊക്കെയാണ്. അങ്ങനെ എല്ലാവരും കാറിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ മാളുവും ഫെബിനും എല്ലാം വന്ന് അവരൊക്കെ യാത്രയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ച് പോകാൻ നേരത്ത് ശ്രുതി വന്നിട്ട് പറയും, അങ്കിൾ ഒരു നിമിഷം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും. അങ്ങനെ മണ്ഡപത്തിൻ്റെ സൈഡിൽ ഒളിച്ച് നിൽക്കുമായിരുന്നല്ലോ നമ്മുടെ ബീരാൻ. ഫെബിൻ്റെ അമ്മാവനായ ജയപ്രകാശ് ഇവരെ രവീന്ദ്രനെയും കുടുംബത്തെയും കാരണം അങ്ങോട്ട് മണ്ഡപത്തിലോട്ടൊന്നും വരാനൊന്നും പറ്റത്തില്ല, സച്ചിയും രേവതിയെ കാണുമെന്നുള്ള ഭയം കൊണ്ട്. അങ്ങനെ ശ്രുതി ഓടി വന്നിട്ട് ജയപ്രകാശിൻ്റെ അടുത്ത് പറയും, ബീരാനെ ഞങ്ങളെല്ലാം പോവുകയാണ്, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ബീരാൻ അങ്ങോട്ട് മണ്ഡപത്തിലോട്ട് കയറി ചെല്ലുകയാണ്. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് അവരങ്ങ് പോയതിന് ശേഷം ഫെബിൻ്റെ വീട്ടുകാരുമായിട്ട് കൂടുതൽ സംസാരിക്കുകയും ഫോട്ടോ എടുപ്പും ഒക്കെ തകൃതമായിട്ട് നടക്കുകയാണ്. അപ്പം ബീരാന് നല്ല സമാധാനമായി, ഇനി ആരും കാണത്തൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് പകുതി വഴി എത്തിക്കഴിയുമ്പം സച്ചി പറയും, എന്നാലും നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ നിൽക്കേണ്ടതായിരുന്നു അല്ലേ രേവതി? ശരിയാ, ഒന്നുമില്ലെങ്കിൽ നമ്മളും കൂടി ചേർന്നല്ലേ ഇത്ര നല്ല രീതിയിൽ കല്യാണമൊക്കെ നടത്തിയത്. അപ്പോൾ മാളു ഫെബിൻ്റെ വീട്ടിലോട്ട് പോയതിന് ശേഷം നമ്മൾ ഇറങ്ങിയാൽ മതിയായിരുന്നു. അശോകൻ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചതെന്ന് പറയും. അത് ശരിയാ, അങ്കിളിന് എന്തെങ്കിലും വിഷമം തോന്നിക്കാണും. എന്തായാലും നമുക്ക് അവിടെ വരുന്ന പോയിട്ട് വരാൻ രേവതി, പിന്നെന്താ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒട്ടും പ്രതീക്ഷിക്കാതെ തിരിച്ചങ്ങ് വിവാഹ മണ്ഡപത്തിലോട്ട് ചെല്ലുകയാണ്. ബീരാൻ ഇതൊന്നും അറിയുന്നുമില്ല. അങ്ങനെ ആ സമയത്ത് സച്ചിൻ രേവതി അങ്ങോട്ട് വരുമ്പോൾ അശോകൻ അങ്കിൾ പറയും, നിങ്ങൾ വന്നോ? എങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമില്ല, എങ്കിലും മാള് പോയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോകുന്നുള്ളൂ പറയും. എനിക്ക് തോന്നി നിങ്ങൾ തിരിച്ച് വരുമെന്ന്. അപ്പോഴത്തേക്കാണ് നമ്മൾ വളരെ യാദൃച്ഛികമായിട്ട് തന്നെ നമ്മുടെ ജയപ്രകാശ്, അതായത് ബീരാന് രേവതി കാണുന്നു. സച്ചിയേട്ട അദ്ദേഹം അങ്ങോട്ട് നോക്കി, ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലയോ മലേഷ്യയിലുള്ള? അതെ എന്ന് പറയും. അല്ല, അത് പരിചയപ്പെടുത്താൻ മറന്നുപോയില്ലേ? നിങ്ങളെ കാണുമെന്ന് എപ്പോഴും പറയും. അത് ഫെബിൻ്റെ അമ്മാവനാണ് ജയപ്രകാശ് എന്ന് പറയും. ജയപ്രകാശോ? അതെ, കുറേ നേരം കൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് കരുതിയതാ. അതെ, ജയപ്രകാശ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബീരാൻ നോക്കുമ്പോൾ സച്ചിൻ രേവതിയാണ്. അവിടുന്ന് പോകാനും പറ്റത്തില്ല, അവിടെ നിൽക്കുന്നതും പ്രശ്നമായ രീതിയിൽ ബീരാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഫെബിൻ്റെ അച്ഛൻ വിളിക്കും. അല്ല, ഇതാണ് ഫെബിൻ്റെ ഒരേ ഒരു അമ്മാവൻ എന്ന് പറയും. അപ്പോൾ അശോകൻ അങ്ങോട്ട് വരും. ഇവരെ എത്ര നേരം കൊണ്ട് ജയപ്രകാശിനെ നോക്കി നടക്കുമെന്നറിയാമെന്ന് പറയും. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അളിയൻ ഇങ്ങനെ ഓടി നടക്കുന്നതെന്ന് പറയും. ഇനി ഇങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന ഫെബിൻ്റെ അച്ഛൻ പറയും. പരിചയപ്പെടുത്താൻ മറന്നു, ഇതാണ് ഫെബിൻ്റെ ഒരേ ഒരു അമ്മാവൻ ജയപ്രകാശ്, ബീരാനെന്ന് വിളിക്കുമെന്ന് പറയും. ബീരാനോ? അതെ അങ്കിൾ, അളിയൻ ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ചെറിയ തോതിൽ സിനിമയിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ മേലുകാവിലൊരു ഇറച്ചിക്കട നടത്തുന്നുണ്ട്. നല്ല ഫ്രഷ് മട്ടനെ കിട്ടുമെന്ന് പറയും. അന്ന് രേവതിയും പറയും. അപ്പോഴത്തേക്ക് സച്ചിക്കും രേവതിക്കും മനസ്സിലായ ശ്രുതി പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളത്. ബീരാനും അവിടെ അകപ്പെട്ട കണക്കൊരവസ്ഥ നിൽക്കുകയാണ്. അറിയാം, ഞങ്ങൾ നാടകമൂടെ കണ്ടിട്ടുണ്ട്. മുമ്പ് മലേഷ്യൻ ഇളയച്ചൻ്റെ ഒരു കഥാപാത്രം അഭിനയിച്ചല്ലോ ഇല്ലേ രേവതി? അത് ഭയങ്കര നന്നായിരുന്നു എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ സച്ചി ഇങ്ങനെ ദേഷിച്ച് ബീരാനെ നോക്കുന്നുണ്ട്. ബീരാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്കിൽ ശരി, നിങ്ങളെ പരിചയപ്പെടുന്നു പറഞ്ഞുകൊണ്ട് അശോകനും ഫെബിൻ്റെ അച്ഛനും അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് ബീരാനെയും പിടിച്ചുകൊണ്ട് പുറത്തോട് സച്ചി വരും. സച്ചി നല്ല രീതിയിൽ ബീരാനോട് ചൂടാവുകയാണ്. അങ്ങനെ എല്ലാ സത്യങ്ങളും സച്ചിയോടും രേവതിയോടും ബീരാൻ പറയുകയാണ്. താൻ മലേഷ്യൻ ഇളയമ്മാവനല്ലെന്നും ശ്രുതിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും മീര മുഖേന ഒരു പരിചയം മാത്രമേ ശ്രുതിയായിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പറയുകയാണ്. അതിനുശേഷം പറയും, നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഒരു കുടുംബത്തെ മുഴുവൻ വഞ്ചിക്കാനെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. നിങ്ങളിപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം, വന്ന് സത്യങ്ങളെല്ലാം അവിടെ പറയണമെന്ന് പറയും. കാരണം അവരുടെ കൂടെ പോയില്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഈ എല്ലാ കാര്യങ്ങളും മാളുവിൻ്റെ വീട്ടുകാരോട് പറയും. അത് തൻ്റെ മരുമകൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാകും, ഫെബിൻ്റെ ജീവിതം തന്നെ തകരുമെന്നൊക്കെയുള്ള പേടിയിൽ അവരുടെ കൂടെ പോവാൻ ബീരാൻ തയ്യാറാവുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മുടെ ശ്രുതി സമാധാനത്തിൽ ഇരിക്കുകയാണ്. കാരണം എല്ലാവരും പോയിട്ടുണ്ടല്ലോ, ഇനി ഒരു കാരണവശാലും ഇളയച്ചനെ ആരും കാണത്തില്ലെന്ന് കരുതി ഇരിക്കുകയാണ്. ആ സമയത്താണ് സച്ചിൻ രേവതിയും വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ ചോദിക്കും, ഈ അമ്മ അച്ഛ ശ്രുതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്.
ആ സമയത്ത് ശ്രുതി പറയും എന്തൊരു കഷ്ടമായത്, ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് ഷോപ്പിൽ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു, ഇവൻ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്. ശ്രുതി താഴോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കും എന്തിനാണ് നീ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത്, മനുഷ്യർക്ക് സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാനും പറ്റത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് പറയും അവനങ്ങനെ ഒരു കാര്യമില്ലാതെ ആരെയും വിളിക്കത്തില്ല, എന്താ സച്ചി എന്താ കാര്യം എന്ന് പറയും. അച്ഛ ഇന്നൊരു വിശേഷ ദിവസമാണെന്ന് പറയും. വിശേഷ ദിവസം അത് വിശേഷം ഒന്ന് പറയാമെന്ന് പറയും. ശരി, അപ്പോൾ ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വരും. ഇന്ന് ചില ആൾക്കാരുടെ മുഖമൂടിയൊക്കെ അഴിഞ്ഞു വീഴുന്ന ദിവസമാണെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് നല്ലൊരു ഭയം ഇങ്ങനെ മനസ്സിൽ വീഴുന്നുണ്ട്. ശ്രുതിയെ നോക്കിക്കൊണ്ടാണ് സച്ചി അങ്ങനെ പറയുന്നത്. അപ്പോഴത്തേക്ക് പറയും അതുപോലെ തന്നെ ഇവിടെ ആ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ആളുടെ ഒരു വിശിഷ്ട അതിഥി കൂടി ഇത് വരുന്നുണ്ടെന്ന് പറയും. വിശിഷ്ട അതിഥിയോ? വിശിഷ്ട അതിഥിയാണ് അതെല്ലാം പറയുന്നതെന്ന് പറയും. അപ്പോൾ അവിടെ നിന്നിട്ട് പറയും നീ എന്താ സച്ചി പറയുന്നതെന്ന് ചോദിക്കും. ഉടനെ ചന്ദ്രമതി വന്നിട്ട് പറയും പിന്നെ പ്രാന്ത്, ഇവന് വേറെ പണിയൊന്നുമില്ല, കള്ളും കുടിച്ചിട്ട് ചുമ്മാ കിടന്ന് വെള്ളം വെക്കുമെന്ന് പറയും. ഞാൻ കള്ളു കുടിച്ചിട്ടൊന്നുമില്ല, ആ വിശിഷ്ട അതിഥിയെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഞെട്ടുമെന്ന് പറയും. രേവതി അതിഥിയെ വിളിക്കാൻ പറയും. ഉടനെ പറയും ഇളയച്ചാന്ന് പറഞ്ഞ് വിളിക്കും. ഉടനെ പറയും ഇളയച്ചനോ? അപ്പോഴത്തേക്ക് ശ്രുതിയൊന്നും ഞെട്ടും. പെട്ടെന്ന് പറയും കയറി വാ ഇളയച്ച എന്ന് പറയും. ഉടനെ നമ്മുടെ ബീരാൻ അങ്ങോട്ട് കയറി വരും. ബീരാനെ കാണുന്നതും നമ്മുടെ ശ്രുതി അങ്ങ് പെട്ടെന്ന് ഞെട്ടും. കാരണം സച്ചിയുടെയും രേവതിയുടെയും കൂടെയാണ് ബീരാൻ വന്നേക്കുന്നത്. പക്ഷേ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒക്കെ സന്തോഷമാവും, കാരണം ശ്രുതിയുടെ ഇളയച്ചനാണല്ലോ വന്നിരിക്കുന്നത്. അല്ല ഇതാര്, ശ്രുതിയുടെ ഇളയച്ചനോ? എന്തായത് ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന വിവരം നേരത്തെ ഒന്നും പറയണ്ടായിരുന്നു. എപ്പോൾ വന്നു മലേഷ്യയിൽ നിന്ന്? പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വരണം കേട്ടോ. ഇപ്പം ശ്രുതിക്കാണെങ്കിൽ അച്ഛൻ പോലും അച്ഛൻ മരിച്ചതിന് ശേഷം അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇളയച്ചനല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അവൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വരികയൊക്കെ ചെയ്യണം. പിന്നെ ഇടയ്ക്ക് മലേഷ്യ പോയായിരുന്നു, പിന്നെ കേസൊക്കെ കഴിഞ്ഞായിരുന്നു, ശ്രുതിയുടെ സ്വത്തുക്കളൊക്കെ ശ്രുതിക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ഒറ്റ ഇതിൽ തന്നെ ചന്ദ്രമതി എല്ലാം അങ്ങ് ചോദിക്കുകയാണ്. ഉടനെ രവീന്ദ്രൻ പറയും എന്തൊക്കെയാണ് ചന്ദ്രയെ ചോദിക്കുന്നത്, അദ്ദേഹം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളെന്ന് പറയും. ഇതാര് ഇളയച്ചനോ എന്ന്, എന്താ ഇളയച്ച ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. ചിലപ്പം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിനായിട്ട് കുറച്ച് പൈസ തരുന്ന കാര്യം ഇളയച്ചൻ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ അതിനായിട്ട് വന്നതായിരിക്കും അല്ലേ ഇളയച്ച എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് ട്രാക്ക് മാറ്റുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്കും ശ്രുതിക്കും അങ്ങ് സന്തോഷം, കാശ് കിട്ടുമെന്നുള്ള സന്തോഷമാണല്ലോ. ശരിയായില്ലേ, വാ ഇളയച്ച റെസ്റ്റ് എടുക്കുക വന്ന് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ബീരാനൊന്നും മിണ്ടാതെ ഇങ്ങനെ പേടിച്ച് പറിച്ചിരിക്കുകയാണ്. സച്ചിയും രേവതിയും പരസ്പരം നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയും അല്ല ഇളയച്ചനിപ്പം എന്തെങ്കിലും ബിസിനസ് കാര്യമായിട്ട് വന്നതാണോ? പിന്നെ എന്തിനാ രേവതിയും സച്ചിയും കൂടി പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരുന്നത്? അദ്ദേഹത്തിന് എന്തെല്ലാം തിരക്കുള്ള മനുഷ്യനാണെന്നറിയാം, നിങ്ങൾ എന്തിനാണ് എപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത്? പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുകയും ചെയ്യരുതെന്ന് എന്നൊക്കെ പറയും കേട്ടോ. ഉടനെ നല്ല കാര്യമായിട്ടങ്ങ് ശ്രുതി അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയും ബാ ഇളയച്ച എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുവേ ഈ പാളറേട്ടത്തി ഇളയച്ചാന്ന് വിളിക്കുന്ന കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറയും. ഉടനെ പറയും ഇങ്ങനെ നോക്കും കേട്ടോ, ഇളയച്ചെന്ന് വിളിക്കുന്ന കേൾക്കാനേ. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് പാർലേട്ടത്തി. ഈ ശ്രുതി പാർലേട്ടത്തിയുടെ ഇളയച്ചൻ മറ്റൊരാളുടെ അമ്മാവൻ കൂടിയാണെന്ന് പറയാം. അമ്മാവനോ? ആരുടെ അമ്മാവൻ എന്ന് നമ്മുടെ ചന്ദ്രമതി ചോദിക്കും. നമ്മുടെ അശോകൻ അങ്കിളുടെ മകൾ മാളുവിൻ്റെ പയ്യൻ ഫെബിൻ്റെ അമ്മാവനാണ് ഈ നിൽക്കുന്ന ബീരാൻ എന്ന് പറയുന്ന ജയപ്രകാശ് എന്ന് പറയും. ബീരാനോ? അതെ അച്ഛാ, ഇദ്ദേഹത്തിൻ്റെ പേര് ബീരാൻ എന്നാണ്. ബീരാനോ? അതെ, ഇത് നമ്മുടെ ഫെബിൻ്റെ അമ്മാവനാണ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഉടനെ ചന്ദ്രമതി പറയവേ അല്ല നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഫെബിൻ്റെ അമ്മാവന് ഒരു ഇറച്ചിക്കടയാണെന്നല്ലേ പറഞ്ഞതെന്ന് പറയും. പിന്നെ അതെങ്ങനെ ശ്രുതിയുടെ ഇളയച്ചൻ അദ്ദേഹത്തിന് അമ്മാവനാവുന്നത്? അതാണല്ലോ പറഞ്ഞത്, ഫെബിൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന ജയപ്രകാശ് എന്ന് പറയുന്ന ഈ ബീരാനും ശ്രുതിയുടെ ഇളയച്ചനും ഒരാൾ തന്നെയാണെന്ന് പറയും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ സത്യം ഇതിനൊന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതേ വെച്ചാൽ ഈ പറയുന്ന ബീരാൻ ശ്രുതിയുടെ ഇളയച്ചനുമല്ല, അദ്ദേഹം മലേഷ്യ പോയിട്ടുമില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കും. സത്യമാണെന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ഉടനെ രവീന്ദ്രൻ പറയും നീ എന്തൊക്കെയാണ് സച്ചി പറയുന്നത്? അയ്യോ സത്യവാച്ചാ, ഇദ്ദേഹം ശ്രുതിയുടെ ഇളയച്ചനല്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതി നിന്നങ്ങ് കരയും വേർക്കുകയും ചെയ്യുവാണ്. സത്യം എന്താണെന്ന് നീ എന്തൊക്കെ വിളിച്ച് പറയുന്നതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ശ്രുതി പറയും വെറുതെ സച്ചി ഇല്ലാത്തതെന്ന് പറയരുത്, എൻ്റെ ഇളയച്ചൻ എങ്ങനെയാണ് ഫെബിൻ്റെ അമ്മാവനാവുന്നത് എന്നൊക്കെ പറയും. അത് നിൻ്റെ ഇളയച്ചൻ തന്നെ പറയുമെന്ന് പറയും. സത്യം പറ, സത്യം എന്തുവാന്ന് നിങ്ങൾ തന്നെ പറയാൻ പറയും. ഉടനെ സത്യങ്ങളെല്ലാം അങ്ങ് നമ്മുടെ ബീരാനങ്ങ് പറയുകയാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിക്കും നിങ്ങൾ ശ്രുതിയുടെ ഇളയച്ചനല്ലേ, അപ്പോൾ ശ്രുതി മലേഷ്യയിലുള്ള പെണ്ണല്ലയോ, അവൾ കോടീശ്വരി അല്ലയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല. അപ്പം രവീന്ദ്രൻ ചോദിക്കും അപ്പോൾ പിന്നെ അവളുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലായിരുന്നെന്നും അയാൾ മരിച്ചുപോയി എന്നൊക്കെ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞതോ? എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാനതൊക്കെ ശ്രുതി പറഞ്ഞനുസരിച്ച് പറഞ്ഞാന്ന് പറയും. പറഞ്ഞനുസരിച്ചോ? അതെ, നിങ്ങൾ എന്തായി പറയുന്നതെന്ന് ചോദിക്കും. അത് ചോദിക്കും എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്, സച്ചിൻ രേവതിയും പറഞ്ഞ എല്ലാം സത്യമാണ്,
ഞാൻ ഫെബിൻ്റെ അമ്മാവനാണ്. ഞാൻ ചെറുതായിട്ട് നാടകങ്ങളിലൊക്കെ അഭിനയിക്കും, സിനിമയിൽ ചെറുതായിട്ടൊക്കെ അഭിനയിക്കുമായിരുന്നു. എനിക്ക് അഭിനയ മോഹം ഉള്ളതുകൊണ്ട് ഒരു ദിവസം മീര എന്നെ കാണാൻ വന്നിരുന്നു. അങ്ങനെ എനിക്ക് സിനിമയിലൊരു വേഷം മേടിച്ച് ഒരു ചെയ്തു തരാം, പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഈ നിൽക്കുന്ന ശ്രുതിയുടെ മലേഷ്യയിലെ ഇളയച്ചനായിട്ടൊന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശ്രുതിയുടെ ഈ ചന്ദ്രോദയത്തിലോട്ട് വരുന്നത്. അങ്ങനെ ആ ഇളയച്ചനായിട്ട് അഭിനയിച്ചതിന് ശേഷം എനിക്ക് സിനിമയിലൊരു അവസരം മേടിച്ച് തരാമെന്ന് പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ ശ്രുതിയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. അവൾ മലേഷ്യയിൽ വളർന്ന കുട്ടിയാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അവൾ പറഞ്ഞതുപോലെയാണ് അവളുടെ മലേഷ്യയിലുള്ള ഇളയച്ചനായിട്ട് ഞാനിവിടെ വന്നത്. അവളുടെ അച്ഛൻ മരിച്ചു പോയെന്നും അങ്ങോട്ട് ആർക്കും വരാൻ പറ്റത്തില്ലെന്നൊക്കെ അവൾ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനൊരു വഞ്ചന ഈ ഒരു കുടുംബത്തിനോട് കാണിക്കാൻ? ഒരു കുടുംബത്തെ മുഴുവൻ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതുകൊണ്ട് രവീന്ദ്രൻ അങ്ങ് ചൂടാവുകയാണ്. ചന്ദ്രമതി ഇതെല്ലാം കേട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയും, എല്ലാവരും കണ്ട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ആദ്യമൊന്നും ഞാനിത് ഇത്രയും വലിയ കാര്യമാക്കില്ല. അവസാനം ചെയ്തു പോയി തെറ്റാണെന്ന് കരുതി ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ശ്രുതിയെടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൾ പിന്നെയും കരഞ്ഞ് കാല് പിടിച്ച് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ മുതിർന്നതെന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ പറയും എന്നോട് എല്ലാവരും ക്ഷമിക്കണമെന്ന് പറയും. അപ്പോഴത്തേക്ക് സച്ചി പറയും, ശരി നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത ഇവിടെ വന്ന് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ജയപ്രകാശിനെ അങ്ങ് സച്ചി പറഞ്ഞയക്കും. ഉടനെ പറയും, അയാളെ പറഞ്ഞയക്കാൻ വരട്ടെ, അയാൾ ഇത്ര വലിയൊരു ക്രൂരത ചെയ്തില്ല, ഒരു കള്ളം ചെയ്തില്ല, അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന് പറയും. ഉടനെ പറയും, അയാളെ പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പേ നീ നിൻ്റെ ഭാര്യയുടെ ചോദിക്കും എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കും, നീ ഇങ്ങനൊരു പെൺകുട്ടിയാണോ? മുമ്പ് നീ നീലിമയുടെ കാര്യത്തിൽ കള്ളം പറഞ്ഞു, 50 ലക്ഷം രൂപ അവൾ തിരിച്ചു തന്നപ്പോൾ ആ കാര്യം ഞങ്ങളിൽ നിന്നല്ല നീ മറച്ചു വെച്ചിട്ട് നീ അവൻ്റെ പേരിൽ കൊണ്ട് ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്ന് പറഞ്ഞൊരു ഷോറൂം തുടങ്ങി. അതിനുശേഷം ആ പൈസ തിരിച്ച് കിട്ടിയിട്ട് പോലും നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. അന്ന് അത്രയും വലിയ കള്ളം നീ ചെയ്തിട്ട് പോലും നിന്നെ തിരിച്ച് ഞങ്ങളെ മരുമകളായിട്ട് സ്വീകരിച്ചു. ഇപ്പം പിന്നെയും നീ മലേഷ്യയിലുള്ള പെണ്ണാണെന്ന് നിൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നു പറഞ്ഞാൽ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് നീ പറഞ്ഞത്? നീ ഇങ്ങനൊരു പെണ്ണായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ നേർക്ക് നമ്മുടെ രവി ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോഴത്തേക്ക് നിർത്തടി പെരുങ്കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് അരിഞ്ഞാടുകയാണ്. സംഹാര താണ്ഡവം കളിക്കുകയാണ് ചന്ദ്രോദയത്തിൽ കിടന്ന്. നീ ഇങ്ങനെ ഒരുത്തി ആളോട് നോക്കിയിട്ട് ശ്രുതിയെ എടുത്തിട്ട് അങ്ങ് അടിക്കുന്നുണ്ട്. നീ മലേഷ്യയിലുള്ള പെണ്ണാണ്, കോടീശ്വരിയാണ്, എന്തെല്ലാം കള്ളവാടി നീ ഞങ്ങളുടെ പറഞ്ഞത്? എൻ്റെ മോനെ നീ ചതിച്ചില്ലോടി, നിൻ്റെ അച്ഛൻ മരിച്ചുപോയി, അങ്ങോട്ട് ആർക്കും വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞത്? നിൻ്റെ അച്ഛൻ ജയിലിലാണ്, അദ്ദേഹത്തിന് എല്ലാവരും ചേർന്ന് ബിസിനസ് ചതിച്ചതാണ്, എന്തെല്ലാം കള്ളത്തരമാണ് നീ പറഞ്ഞത്? നീ മുമ്പ് 50 ലക്ഷം രൂപ തിരികെ കിട്ടിയിട്ട് പോലും നീ കള്ളം പറഞ്ഞിട്ട് ഞാനത് ക്ഷമിച്ചതാണ്. ഇപ്പോൾ രണ്ടാമതും പിന്നെയും നീ ഒരു നുണയുടെ കൂടാരവാ, നീ പറയുന്ന എല്ലാം കള്ളത്തരവാ, നിന്നെ ഇനി ഒരു നിമിഷം വീട്ടിൽ കണ്ടുപോകരുത്, ഇറങ്ങടിയെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ചങ്ങ് വീട്ടിൽ നിന്ന് പുറത്തിടുകയാണ്. അപ്പോഴത്തേക്ക് പറയും, അയ്യോ സ്തുതി എന്ന് പറഞ്ഞ് കിടന്ന് കരയാണ്. സത്യം പറയാം, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ ശ്രുതി പറയും, ഇല്ലമ്മ എനിക്കൊന്നും അറിയത്തില്ല, ഇവൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയും. ഞാനിതൊക്കെ ഇപ്പോഴേ അറിയുന്നതെന്നൊക്കെ പറയും. നീ എൻ്റെ മോനെ ചതിച്ചില്ലോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് അടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആൻറ്റി എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്കണം. രവീന്ദ്രൻ പറയും, ചന്ദ്ര നീയോ നിർത്ത്, അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേൾക്കട്ടെ. വേണ്ട, ഇനി ഇവിടെ വാ തുറന്ന പെരുങ്കള്ളമായിരിക്കും പറയുന്നത്, ഇനി നീ ഒന്നും പറയണ്ട, ഇവിടെ നിന്ന് ഇറങ്ങി പൊടിയെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയും, ഇല്ല ഞാൻ ഇറങ്ങത്തില്ല, ഇതെൻ്റെ ശ്രുതിയുടെ വീട്, ഇവിടെ ഞാൻ ഇറങ്ങത്തില്ല. നീ ഇറങ്ങത്തില്ലയോടി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി ശ്രുതിയുടെ ബാഗും എല്ലാം എടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞ് പുറത്തോട്ടുകൊണ്ട് എറിഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച് പുറത്ത് വലിച്ചങ്ങിടുകയാണ്. എന്നിട്ട് കതവും പിടിച്ചങ്ങ് അടയ്ക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഒരു കള്ളത്തരം അവിടെ പൊളിയുകയാണ്. ആദ്യം 50 ലക്ഷം രൂപ നീലിമ അവർക്ക് തിരിച്ചു കൊടുത്ത കാര്യം ഒരു കള്ളം മറച്ചു വെച്ചു. അത് അവർ സച്ചിൻ രേവതിയും തെളിയിച്ചു. രണ്ടാമതിപ്പോൾ ശ്രുതി മലേഷ്യയിലുള്ള പെൺകുട്ടിയല്ല എന്നുള്ള കള്ളത്തരം അവർ തെളിയിച്ചു. ഇനി അടുത്ത തെളിയിക്കാൻ പോകുന്നത് ശ്രുതി ഒരു കുട്ടിയുടെ അമ്മയാണെന്നുള്ള സത്യമാണ്. ആദിയുടെ അമ്മയും വിമലാമ്മയും നല്ല രീതിയിൽ പരിചയമുണ്ട് സച്ചിക്കും ശ്രുതിക്കും. അപ്പോൾ ആ ഒരു കള്ളവും കൂടി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിക്ക് നിലനിൽപ്പന ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.